നമസ്കാരം. അഗ്രോണമിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെദർ. വെദർ വിച്ച് ഇസ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ പ്ലേസ് അറ്റ് എ ഗിവൺ ടൈം. Example, hot day, rainy day, cloudy weather, etc. And another one is climate. Climate is generalized weather or summation of weather conditions over a given region during a comparatively longer period. നമുക്കറിയാം കോൾഡ് സീസൺ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത്. And next one is climatology. Climatology is the science dealing with factors that determine and control the distribution of climate over the Earth's surface. And next one is agroclimatology, which is the relationship of climate changes or climate regimes and agriculture production. It includes instrumentation and weather forecasting. Another one is മെറ്റീരിയോളജി. മെറ്റീരിയോളജി അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണം. കാലാവസ്ഥാ നിരീക്ഷണത്തിന് പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ദി സയൻസ് ദാറ്റ് ഡീലിംഗ് വിത്ത് ലോസ് ആൻഡ് പ്രിൻസിപ്പിൾ ആസ് ദി അപ്ലൈ ടു അറ്റ്മോസ്ഫിയറിക് ഫിനോമിനൻ, ഓർ ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് അറ്റൻഡന്റ് ആക്ടിവിറ്റീസ്. അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ഫിസിക്കൽ പ്രോസസ് ഇൻ അറ്റ്മോസ്ഫിയർ ദാറ്റ് പ്രൊഡ്യൂസ് വെദർ. Okay. Next is agricultural meteorology or agrometeorology. It is a branch of applied meteorology that deals with the response of crops to the physical environment. അതിനകത്ത് agroclimatology വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ വരുന്നുണ്ട്, ആൻഡ് വെദർ ഫോർകാസ്റ്റിംഗ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് agrometeorology എന്നുള്ളത്, JRF. ആൻഡ് കമ്മിങ് ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം. അപ്പോൾ നമുക്കറിയാം അന്തരീക്ഷം ഒരു 1600 കിലോമീറ്റേഴ്സോളം നീണ്ടു നിൽക്കുന്ന വ്യാപ്തിയുണ്ട്. അതിൽ തന്നെ ആദ്യത്തേത് എർത്തിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സിനുള്ളിൽ തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു 99% ടോട്ടൽ മാസ് വരുന്നുണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ ലെയറിൽ വാട്ടർ വേപ്പർ ബൈ വോളിയം നോക്കുകയാണെങ്കിൽ 0 to 4% ഓഫ് വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇനി കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, അത് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നൈട്രജൻ ആണ് വെയിറ്റിലും വോളിയത്തിലും കൂടി നിൽക്കുന്നത്. 78% വോളിയം ആൻഡ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ 75% വരുന്നുണ്ട്. ഓക്സിജൻ 20.94 ആൻഡ് 23.14 വെയിറ്റ്. ആൻഡ് ആർഗൺ വോളിയം നോക്കുകയാണെങ്കിൽ 0.930 ആൻഡ് വെയിറ്റ് 1.282. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് 0.033. അപ്പോൾ റേസ് കൂടിയിട്ടുണ്ട് 0.04 റേഞ്ചിൽ. ആൻഡ് വെയിറ്റ് 0.045%. പിന്നെ ബാക്കിയുള്ളതൊക്കെ ട്രേസ് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ട്രേസ് ഗ്യാസസ് ആണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ നമുക്ക് പല ലെയേഴ്സ് ആയിട്ട് തിരിക്കാം. നമ്മൾ അസെൻഡിങ് ഓർഡർ നോക്കുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പം ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു 8 to 18 കിലോമീറ്റേഴ്സ് വരെ നിൽക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. അപ്പം ട്രോപ്പോസ്ഫിയർ ഹൈറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ട്രാൻസിഷൻ ലെയേഴ്സ്, അതായത് അടുത്ത ലെയറിന് തൊട്ട് മുമ്പുള്ള ലെയറാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രാൻസിഷൻ ലെയേഴ്സിന്റെ പ്രത്യേകത ആ അത്ര ഒരു ഏരിയയിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയർ മാസ് നോക്കുകയാണെങ്കിൽ 85% ഓഫ് അറ്റ്മോസ്ഫിയറിക് മാസും ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ ആണ് ഡെൻസസ്റ്റ് പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. പിന്നെ എല്ലാ വെദർ ഫിനോമിന, അതായത് കാറ്റും മഴയും ഒക്കെ വരുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ആൻഡ് ബൗണ്ടറി ടെമ്പറേച്ചർ ട്രോപ്പോസ്ഫിയർ ഈസ് 60 degrees Celsius. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു 50 കിലോമീറ്റേഴ്സ് വരെ, 18 to 50 കിലോമീറ്റേഴ്സ് വരെ ഹൈറ്റിൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് കൂടി വരും. ആൻഡ് ട്രാൻസിഷൻ ലെയർ എബോവ് സ്ട്രാറ്റോസ്ഫിയർ ഈസ് സ്ട്രാറ്റോപോസ്. പിന്നെ മാസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 50% ഓഫ് അറ്റ്മോസ്ഫിയറിക് മാസും സ്ട്രാറ്റോസ്ഫിയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ തന്നെയാണ് നമ്മുടെ ഓസോൺ ലെയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഓസോണോസ്ഫിയർ എന്ന് വിളിക്കാം. പിന്നെ എല്ലാ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസും ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു 50 to 80 കിലോമീറ്റേഴ്സ് ഓൾട്ടിറ്റ്യൂഡിൽ മീസോസ്ഫിയർ ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആൻഡ് അനദർ വൺ ഈസ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് അതുപോലെ സ്ട്രോങ്ലി ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഒരു ഓൾട്ടർനേറ്റ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതായത് ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു, നെക്സ്റ്റ് ലെയറിൽ കൂടുന്നു, നെക്സ്റ്റ് ലെയറിൽ കുറയുന്നു, നെക്സ്റ്റ് ലെയറിൽ കൂടുന്നു. ഓക്കെ, ആൻഡ് തെർമോസ്ഫിയറിലെ ലോവർ ലെയറിലാണ് അയണോസ്ഫിയർ ഉള്ളത്. ആൻഡ്
ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ തെർമോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെതർ എലമെന്റ്സ് അതായത് കാലാവസ്ഥ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒന്ന് സോളാർ റേഡിയേഷൻ, പിന്നെ എയർ ടെമ്പറേച്ചർ, atmospheric pressure, wind movement, relative humidity, precipitation and clouds. Coming to solar radiation. അപ്പോൾ സോളാർ റേഡിയേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിൽ സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ബൗണ്ടറിയിൽ ഒരു 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു മിനിറ്റിൽ എന്തുമാത്രം സോളാർ എനർജി വന്ന് വീഴുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂ ഈസ് 1.94 കാലറി പെർ സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. അപ്പം ഈ ടൈപ്പ് ഓഫ് സോളാർ റേഡിയേഷൻ, അതായത് സോളാർ റേഡിയേഷൻ നമുക്ക് ഡയറക്റ്റ് റേഡിയേഷൻ എന്നും ഡിഫ്യൂസ് റേഡിയേഷൻ എന്നും ഗ്ലോബൽ റേഡിയേഷൻ എന്നൊക്കെ പറയാം. അപ്പം ഡയറക്റ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് എർത്തിൽ ഡയറക്റ്റ് വന്ന്, അതായത് എനർജി ലോസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഒന്ന് പതിക്കുന്നതാണ് ഡയറക്റ്റ് റേഡിയേഷൻ. ഡിഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ബാക്കി ക്ലൗഡ് ആവാം, ഡസ്റ്റ് ആവാം, അതൊക്കെ തട്ടി സ്കാറ്റർ ചെയ്തിട്ട് എർത്തിൽ വന്ന് വീഴുന്നതാണ് ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഗ്ലോബൽ റേഡിയേഷൻ ഉണ്ടാകുന്നത്. അതിൽ തന്നെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഡിയേഷൻ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റേഡിയേഷനിൽ UV 0.02 ആണ് പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, PAR 0.042 ആൻഡ് നിയർ ഇൻഫ്രാറെഡ് 0.056. ആൻഡ് ഡിഫ്യൂസ് റേഡിയേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.10, PAR 0.65 ആൻഡ് നിയർ ഇൻഫ്രാറെഡ് 0.25. ആൻഡ് ഗ്ലോബൽ റേഡിയേഷൻ നോക്കുകയാണെങ്കിൽ UVയുടെ അണ്ടറിൽ 0.03, PAR 0.50 ആൻഡ് നിയർ ഇൻഫ്രാറെഡ് 0.47. ആൻഡ് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ഗ്ലോബൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റും ഡിഫ്യൂസ്ഡും ചേർന്നിട്ടുള്ളതാണ്. ഇനി അൽബിഡോ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ റിഫ്ലക്റ്റഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ക്വാളിറ്റി. അപ്പം വന്ന് പതിച്ച് അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ അതുപോലെ തിരിച്ചു പോകുന്നതിനാണ് അൽബിഡോ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ റോക്സ്, പാറ അല്ലെങ്കിൽ സാൻഡ്, സോയിൽ ഓർ വെജിറ്റേഷൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 10 to 30% ഓഫ് ഇൻകമിങ് സോളാർ റേഡിയേഷനെ അതുപോലെ തന്നെ റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് തെർമൽ റേഡിയേഷൻ എമിറ്റഡ് ബൈ എർത്ത്, അതായത് നമ്മൾ വന്ന് വീഴുന്ന എന്തുമാത്രം എനർജി തിരിച്ചു വിടുന്നുണ്ടോ അതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ് അറ്റ്മോസ്ഫിയറിനെ വാം ആക്കി അല്ലെങ്കിൽ ചൂടാക്കി നിർത്തുന്നത്. ഇനി വാട്ട് ഈസ് നെറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ റേഡിയേഷൻ, അതായത് മൊത്തത്തിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ മൈനസ് റിഫ്ലക്റ്റഡ് റേഡിയേഷൻ, എന്തുമാത്രം തിരിച്ചു പോയി എന്നുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നെറ്റ് റേഡിയേഷൻ. ഇനി നമുക്ക് മെഷർമെന്റ്സ് നോക്കാം. SI യൂണിറ്റ് ഓഫ് സോളാർ റേഡിയേഷൻ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ. ഇനി അതിൻ്റെ CGS യൂണിറ്റ് നോക്കുകയാണെങ്കിൽ കാലറീസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. ഇനി ഇന്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ ലക്സിലാണ് അളക്കുന്നത്. പിന്നെ ഫോട്ടോസിന്തറ്റിക് ആക്റ്റീവ് റേഡിയേഷൻ്റെ യൂണിറ്റ്സ് ഐൻസ്റ്റീൻ യൂണിറ്റ് ആണ്. അപ്പം 1 ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് 1 mole ഓഫ് ഫോട്ടോൺസ്. ഇനി 1 watt is equal to 1 joule per second and 697.93 watt per meter square is equal to 1 calorie per centimeter square per minute. ഇനി 10,000 lux is equal to 3.47 megajoules. ഈ ഒരു മൂന്നെണ്ണം നമ്മൾ പഠിച്ചു വെക്കണം. ഇനി എയർ ടെമ്പറേച്ചർ, നമുക്കറിയാം എയർ ടെമ്പറേച്ചർ ലൈക്ക് 3 രീതിയിലാണ് നടക്കുന്നത്: കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. നമുക്ക് ഈ നെക്സ്റ്റ് ഒരു ഫിഗർ നോക്കാം. അപ്രോക്സിമേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ ഡ്യൂറിങ് ആവറേജ് ക്ലൗഡിനെസ്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷനിൽ ഒരു 25% ക്ലൗഡ്സ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയർ ഒരു 22% അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എർത്തിൽ വന്നു വീണ് അതുപോലെ തന്നെ 3% റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് സ്കാറ്റർ ചെയ്തിട്ട് എർത്തിലേക്ക് വന്നു വീഴുന്നത് 10% ഉണ്ട്. ഇനി വെർട്ടിക്കൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഇപ്പം വെർട്ടിക്കൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അതിനെയാണ് വെർട്ടിക്കൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ടെമ്പറേച്ചർ ഡിക്രീസ് ആണെങ്കിലും ഇൻക്രീസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ലാബ്സ് റേറ്റിലാണ് കണക്കാക്കുന്നത്. നോർമൽ ലാബ്സ് റേറ്റ് ഈസ് 6.5 degrees Celsius per kilometer. അതായത് 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഒരു 6.5 degree fall in ടെമ്പറേച്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഫാരൻഹീറ്റിലാണെങ്കിൽ 3.5 Fahrenheit per 1000 feet. ഇനി അഡയബാറ്റിക് ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത് എയർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, എയർ കോളം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറുള്ള ഡിക്രീസോ ഇൻക്രീസിനാണ് നമ്മൾ അഡയബാറ്റിക് ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ എയർ ആണെങ്കിൽ ഡ്രൈ അഡയബാറ്റിക് ലാബ്സ് റേറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് 10 degrees Celsius per kilometer. ഇനി ഇൻവേർഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ് സ്വാഭാവികമായിട്ട് വരുന്നത്. പക്ഷേ
തിരിച്ചു വരുന്ന കണ്ടീഷൻ, അത് ഇൻവേഴ്സ് കണ്ടീഷൻ, അബ്രപ്റ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് ഫോൾ, അതിനാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി സോയിൽ ടെമ്പറേച്ചർ നമുക്കറിയാം, വാട്ട് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഓഫ് സോയിൽ ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഈസ് വാട്ട്സ് പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ പെർ Kelvin degree temperature gradient. Watts per meter depth of soil per Kelvin degree temperature gradient. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി, സോയിൽ തെർമൽ കണ്ടക്ടിവിറ്റിയെ ലൈക്ക് 3 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടെക്സ്ചർ ഓഫ് സോയിൽ, പിന്നെ മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് ഓർഗാനിക് മാറ്റർ കണ്ടന്റ്. അപ്പോൾ നമുക്കറിയാം മണലാണോ അതോ ചെളിയാണോ കൂടുതൽ ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യുന്നത്? മണലാണ് അല്ലേ. അപ്പോൾ സാൻഡ് ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ സാൻഡിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ക്ലേ. പിന്നെ വെള്ളം കൂടുതലാണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി കൂടും, അപ്പോൾ ഇൻക്രീസസ് വിത്ത് മോയ്സ്ചർ. ആൻഡ് ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ലൈക്ക് ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ഡയഗണൽ വേരിയേഷൻ ഓഫ് സോയിൽ ടെമ്പറേച്ചർ. ഡയഗണൽ വേരിയേഷൻ എന്ന് പറയുന്നത് പകലും രാത്രിയിലും ടെമ്പറേച്ചറിന്റെ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ സാധാരണ ഒരു 16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡയഗണൽ വേരിയേഷൻ. ആൻഡ് നമ്മൾ ഒരു ടോപ്പ് സോയിലിൽ നിന്ന് താഴെ പോയി ഒരു 80 സെന്റിമീറ്ററിന് താഴോട്ടുള്ള സോയിലിന്റെ ടെമ്പറേച്ചർ സാധാരണ വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല, വിച്ച് ഈസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ. ഇനി യൂണിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ നമുക്കറിയാം, ഫാരൻഹീറ്റ്, സെൽഷ്യസ്, കെൽവിൻ ഒക്കെ ആയിട്ട്. അപ്പം ഫാരൻഹീറ്റിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 32 ഫാരൻഹീറ്റ്, ബോയിലിംഗ് പോയിന്റ് ഈസ് 210 ഫാരൻഹീറ്റ്. സെൽഷ്യസ് ആണെങ്കിൽ 0 മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ്. ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എപ്പോഴും മെഷർ ചെയ്യുന്നത് കെൽവിനിലാണ്. അപ്പം മോളിക്യൂൾസിന് ആക്ടിവിറ്റീസ് ഒന്നുമില്ലെങ്കിൽ 0 കെൽവിൻ. ഇനി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 273 കെൽവിൻ. ഇനി അടുത്ത 3 കൺവേർഷൻ ആണ്, ജസ്റ്റ് നോക്കിയാൽ മതി. C = F-32 × 5/9 അത് തിരിച്ചിടുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ആൻഡ് K = C + 273. അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമുക്കറിയാം, അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലി ബാസിലാണ്. പിന്നെ വിൻഡ് ഈസ് ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് എയർ വിച്ച് ട്രാവൽസ് ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. ഈ ഡയറക്ഷൻ ഓഫ് വിൻഡ് നമ്മൾ എപ്പോഴും എവിടെ നിന്നാണ് വിൻഡ് വരുന്നതെന്നനുസരിച്ചാണ്. അതായത് തെക്കൻ കാറ്റ് എന്ന് പറയുന്നത് തെക്കിൽ നിന്ന് വരുന്ന കാറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എവിടെ നിന്നാണ് കാറ്റ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഡയറക്ഷൻ ഓഫ് വിൻഡ് ഓൾവേസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഡയറക്ഷൻ ഫ്രം വിച്ച് വിൻഡ് ബ്ലോസ്. ഓക്കെ. ഇനി ഹ്യൂമിഡിറ്റി. ഇപ്പം ഹ്യൂമിഡിറ്റിയിൽ ഈ ഒരു 3 ഇക്വേഷൻസും പിന്നെ വേപ്പർ പ്രഷർ ഡെഫിസിറ്റും നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു വോളിയം ഓഫ് എയറിൽ എന്തുമാത്രം വെയിറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട്. ഓക്കെ. അപ്പം അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് എയർ. ഇനി അടുത്ത സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. എന്താണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി? അപ്പം വെയിറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് എയർ ഇൻക്ലൂഡിങ് വാട്ടർ വേപ്പർ. അപ്പം എയറിൽ വാട്ടർ വേപ്പറിനോടൊപ്പമുള്ള വെയിറ്റിൽ എന്തുമാത്രം വെയിറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളത്. വെയിറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് എയർ ഇൻക്ലൂഡിങ് വാട്ടർ വേപ്പർ. And coming to relative humidity, water vapor present in air divided by water vapor required for saturation into 100. അപ്പം സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വോളിയം ഓഫ് എയർ അല്ലെങ്കിൽ ഒരു കോളം ഓഫ് എയറിന് എന്തുമാത്രം മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് മാക്സിമം എമൗണ്ട് തന്നെയാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ എയർ ഡിവൈഡഡ് ബൈ വാട്ടർ വേപ്പർ റിക്വയർഡ് ഫോർ സാച്ചുറേഷൻ ഇൻറ്റു 100. ഇനി vapor pressure deficit is saturation vapor pressure minus actual vapor pressure. അപ്പോൾ അതിനെ നമ്മൾ ബാസ് അല്ലെങ്കിൽ പാസ്കൽസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി എയർ കോളം ഹ്യൂമിഡ് ആണോ ഡ്രൈ ആണോ എന്നുള്ളത് നമുക്ക് വേപ്പർ പ്രഷർ ഡെഫിസിറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 കിലോ പാസ്കൽ ആണെങ്കിൽ ആ എയർ ഹ്യൂമിഡ് ആണ്. ഇനി മോർ ദാൻ 2.5 കിലോ പാസ്കൽ ആണെന്നുണ്ടെങ്കിൽ ആ എയർ ഡ്രൈ ആണ്. നമുക്ക് പ്രസിപ്പിറ്റേഷൻ നോക്കാം. പ്രസിപ്പിറ്റേഷൻ നമുക്കറിയാം, റെയിൻഫോൾ ഉൾപ്പെടെ പല ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ റെയിൻഫോൾ precipitation in the form of liquid drops larger than 0.5 mm in diameter falling on the earth. അപ്പോൾ സാധാരണ റെയിൻ ഡ്രോപ്പിന്റെ ഡയമീറ്റർ 0.5 to 4 mm ആണ് വരുന്നത്. ഇനി ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ അല്ലേ. അപ്പോൾ അതിന്റെ ഡയമീറ്റർ ലെസ് ദാൻ 0.5 mm ആണ് ആൻഡ് ബെയർലി റീച്ചസ് ഗ്രൗണ്ട്. ഇനി മിസ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കംപ്ലീറ്റ്ലി ഇവാപ്പറേറ്റ്സ് ബിഫോർ റീച്ചിങ് ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പേ മൊത്തത്തിൽ ഇവാപ്പറേറ്റ് ആയി പോകുന്നതാണ് മിസ്റ്റ്. ഇനി ഗ്ലേസ് ഓഫ് ഫ്രീസിങ് റെയിൻ എന്ന് പറയുന്നത്
Rainfall falls on any material or ground having subfreezing temperature. Subfreezing temperature ഉള്ള മെറ്റീരിയലോ ഗ്രൗണ്ടിലോ വന്ന് വീണിട്ട് freezes into sheet or coat of ice. അപ്പോൾ അതിനെയാണ് glaze or freezing rain എന്ന് പറയുന്നത്. ഇനി rim is freezing fog. Rim is freezing fog. ഇനി slow sublimation of water at subfreezing temperature. പിന്നെ sleet എന്ന് പറയുന്നത് rainfall passes through cold air and freezes. അപ്പം വരുന്ന വഴിക്ക് എയർ തണുത്ത് നിൽക്കുന്നതായിരിക്കും and rainfall passes through cold air and freezes. അതിനെയാണ് sleet എന്ന് പറയുന്നത്. ഇനി hailum actually similar to sleet ആണ്, but hard round pellets of ice and compact snow. hail എന്ന് പറയുന്നത് നമ്മുടെ ആലിപ്പഴം തന്നെ, sleet പോലെയാണ്, but hard round pellets of ice and compact snow. ഇനി നമുക്ക് ക്ലൗഡ്സ് നോക്കാം, ടൈപ്പ് ഓഫ് ക്ലൗഡ്സ്. അപ്പോൾ ഒരു 10 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട്. അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, കളർ, ട്രാൻസ്മിഷൻ, റിഫ്ലക്ഷൻ ഒക്കെ അനുസരിച്ചിട്ടാണ് ആ ക്ലൗഡ്സിനെ നമ്മൾ ഏത് ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ ബേസിക് 3 ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഫോംസിൻ്റെയും പിന്നെ ഓൾട്ടോടെയും നിംബസിൻ്റെയും മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഫസ്റ്റ് വൺ ഈ സിറസ് എന്ന് പറയുന്നത് ഫെദറി ഓർ ഫൈബ്രസ് ഫോംസ് ഓഫ് ക്ലൗഡ്സിനാണ് സിറസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റസ് എന്ന് പറയുന്നത് ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ആയിട്ട് നിൽക്കുന്നതാണ് സ്ട്രാറ്റസ്. ക്യുമുലസ് ഹീപ്സ് ഒരുമിച്ച് ഹീപ്പായിട്ട് നിൽക്കുന്നതാണ് ക്യുമുലസ് എന്ന് പറയുന്നത്. ഇനി ഓൾട്ടോ എന്ന് പറയുന്നത് മോർ ദാൻ 1950 മീറ്റേഴ്സിന് എബോവ് ഉള്ള, അത് ടോപ്പ് ലെയേഴ്സിലുള്ള ക്ലൗഡ്സിനെയാണ് ഓൾട്ടോ. ഇനി നിംബസ് എന്ന് പറയുന്നത് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സിനെയാണ് നമ്മൾ നിംബസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പം സിറസ്, സിറോക്യുമുലസ്, സിറോസ്ട്രാറ്റസ്, ഓൾട്ടോസ്ട്രാറ്റസ്, ഓൾട്ടോക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലസ്, ക്യുമുലോനിംബസ്. ക്യുമുലോനിംബസ് എന്ന് പറയുന്നത് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഹീപ്പായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രോളജിക് സൈക്കിൾ എന്താണ്? അപ്പോൾ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ബിറ്റ്വീൻ ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിനെയാണ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഗ്ലോബൽ വാട്ടറിലെ വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ 0.001% ഉണ്ട്. ആൻഡ് ആനുവൽ ആവറേജ് വേൾഡ് precipitation ഈസ് 1000 mm. കമ്മിങ് ടു മൺസൂൺ. അപ്പം മൺസൂണിലെ ചില വേർഡ്സ് നമ്മൾ മീനിങ് മനസ്സിലാക്കണം. ഒന്ന് പോളാർ കാംസ്, പിന്നെ ഡോൾഡ്രംസ്. അപ്പോൾ ഈ പോളാർ കാംസും ഡോൾഡ്രംസും രണ്ടും ലോ പ്രഷർ ബെൽസ് ആണ്, അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയാസ് ആണ്. അപ്പോൾ പോളാർ കാംസ് പ്രഷർ ഡിക്രീസസ് അറ്റ് പോളാർ റീജിയൻ ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് എയർ. അപ്പോൾ പോളാർ റീജിയനിലുള്ള ലോ പ്രഷർ ഏരിയാസ് ആണ് പോളാർ കാംസ് എന്ന് പറയുന്നത്. ആൻഡ് ഡോൾഡ്രംസ് ലോ പ്രഷർ ഏരിയ നിയർ ടു ഇക്വേറ്റർ. ഇനി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ബെൽറ്റ് ബിറ്റ്വീൻ 30 to 35 degree of both south and north. ഇനി ട്രേഡ് വിൻഡ്സ്, ട്രോപ്പിക്കൽ എസ്റ്റർലിഷ്, ആന്റി ട്രേഡ് വിൻഡ്സ്, എൽ നിനോ. ഇത് 4 എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. ചിലപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് മൺസൂൺ. നമുക്കറിയാം സീസൺ എന്നാണ് അതിന്റെ മീനിങ്. അതൊരു അറബിക് വേർഡാണ്. കമ്മിങ് ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ അത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് സോണിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ കേരളത്തിലാണ് ആദ്യം സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പതിക്കുന്നത് 1st ജൂൺ. അപ്പം മൺസൂണിന്റെ ആവറേജ് സ്പീഡ് ഈസ് 30 km/h. പിന്നെ അതിന് 2 ബ്രാഞ്ചസ് ഉണ്ട്, അറേബ്യൻ സീ ബ്രാഞ്ച് ആൻഡ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. പിന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണാണ് സൗത്ത് കോസ്റ്റിൽ ആന്ധ്രാപ്രദേശിനും തമിഴ്നാടിനും മഴ കൊടുക്കുന്നത്. ഇനി അബ്നോർമാലിറ്റീസ് ഇൻ വെതർ. ഇപ്പം ഫ്ലഡ് ഉണ്ട്, ഡ്രൗട്ട് ആൻഡ് സൈക്ലോൺ. അപ്പം ഇതൊക്കെ അബ്നോർമാലിറ്റീസ് ആണ്. ആൻഡ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് അബ്നോർമാലിറ്റി ഓഫ് വെതർ എന്ന് പറയുന്നത് ഏതാണ്? ടൊർണാഡോസിന്റെ ഒരു ആവറേജ് വിഡ്ത്ത് ഓഫ് സ്റ്റോം തന്നെ 75 meters ഉണ്ട്. ഇനി ടൊർണാഡോസ് ഓവർ വാട്ടർ ബോഡീസ്, അതിനെയാണ് നമ്മൾ വാട്ടർ സ്പൗട്ട്സ് എന്ന് പറയുന്നത്. കമ്മിങ് ടു സൈക്ലോൺ. ഇപ്പം ട്രോപ്പിക്കൽ സൈക്ലോൺ ലൈസ് ബിറ്റ്വീൻ ദി ലാറ്റിറ്റ്യൂഡ് ഓഫ് 5 degree and 20 degree ഫ്രം ദി ഇക്വേറ്റർ. ഈ സൈക്ലോണിനെ തന്നെ പല കൺട്രീസിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് നോർത്ത് അമേരിക്കയിൽ ഹുറിക്കെയിൻ എന്ന് പറയും, ഈസ്റ്റേൺ ഏഷ്യ ആൻഡ് ഫിലിപ്പൈൻസിൽ ടൈഫോൺ എന്ന് പറയും, നമ്മൾ ഇന്ത്യക്കാരും ഓസ്ട്രേലിയൻസ് ഒക്കെ ആണെങ്കിൽ സൈക്ലോൺ എന്ന് പറയും, ആൻഡ് ചൈന ബാക്യൂ. ഇനി സെന്റർ ടു പെരിഫറി പ്രഷർ ഡിഫറൻസ് ഓഫ് സൈക്ലോൺ ഒരു 20 to 70 millibars ഡിഫറൻസ് ഉണ്ട്. ആൻഡ് സാധാരണ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്?
warmer water which is greater than 27 degree Celsius. നമുക്ക് സ്ട്രക്ചർ ഓഫ് സൈക്ലോൺ നോക്കുകയാണെങ്കിൽ വിത്തിൻ 300 കിലോമീറ്റേഴ്സ് ഫ്രം സെൻറ്റർ അതിൻ്റെ വിൻഡ് സ്പീഡ് 5 km/h ആണ്. ആൻഡ് വിത്തിൻ 150 വിൻഡ് സ്പീഡ് കൂടും, ലൈക്ക് ഉള്ളിലോട്ട് വരുന്തോറും 7 km/h. ആൻഡ് 100 കിലോമീറ്റേഴ്സ് ആ ഏരിയയിലാണ് നന്നായിട്ട് റെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മഴ തുടങ്ങുന്നത്. ആൻഡ് 30 to 50 കിലോമീറ്റേഴ്സിലാണെങ്കിൽ റെയിനിൻ്റെ സ്ട്രെങ്ത് കൂടും, ഡൗൺ പോർ അല്ലെങ്കിൽ ടൊറൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സെൻറ്റർ ഓഫ് സൈക്ലോണിനെ നമ്മൾ ഐ എന്ന് പറയും. ഓക്കെ, അപ്പം ഐയിൽ അത് സെൻറ്റർ ഓഫ് സൈക്ലോണിൽ വിൻഡ് സ്പീഡ് ഈസ് ലെസ് ദാൻ 4 km/h. ഇനി ആവറേജ് ഡയമീറ്റർ ഓഫ് സൈക്ലോൺ 23 കിലോമീറ്റേഴ്സ് ആണ്. നമുക്കിനി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സൈക്ലോൺ, ചിലപ്പോൾ ഇത് അസെൻഡിങ് മോഡൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് മോഡൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൈക്ലോൺ എന്ന് പറയുന്നത് അസംബ്ലേജ് ഓഫ് ക്ലൗഡ്സ് വന്ന് കൂടുന്നു, എന്നിട്ട് ഡ്രോപ്പ് ഇൻ പ്രഷർ അല്ലെങ്കിൽ ഡിപ്രഷൻ സംഭവിക്കുന്നു നെക്സ്റ്റ് സ്റ്റേജിൽ. അപ്പം ഡിപ്രഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ഹൈ പ്രഷറിൽ ലോ പ്രഷറിലേക്ക് ലൈക്ക് വിൻഡ് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ വിൻഡ് സ്റ്റാർട്ട് റൈസസ് അപ്പ് ടു 60 km/h. അത് കഴിഞ്ഞാൽ 60 എന്നുള്ള സ്പീഡ് കൂടി 120 ആകുന്നു. അപ്പോഴത്തേക്ക് ലൈക്ക് നല്ല കാറ്റായി തുടങ്ങി, കൊടുങ്കാറ്റ് വന്നു തുടങ്ങി. ആൻഡ് മോർ ദാൻ 120 km/h സൈക്ലോൺ, ചുഴലിക്കാറ്റ്. അപ്പോൾ അസംബ്ലേജ് ഓഫ് ക്ലൗഡ്സ്, ദെൻ ഡ്രോപ്പ് ഇൻ പ്രഷർ, വിൻഡ് സ്പീഡ് റൈസസ് ടു 60, പിന്നെ 60 to 120 ആവുന്നു, ദെൻ മോർ ദാൻ 120. ഓക്കെ, ആൻഡ് ആവറേജ് സ്പീഡ് ഓഫ് സൈക്ലോൺ മൂവ്മെന്റ് ഈസ് 18 km/h. ഇനി സ്വെൽസ്, വാട്ട് ഈസ് സ്വെൽ എന്ന് ചോദിച്ചാൽ wave height 6 meter or more than 15 meter moving group to long distance without losing energy. അതായത് സൈക്ലോണിനോടൊപ്പം 6 meter അല്ലെങ്കിൽ 15 മീറ്റേഴ്സിനേക്കാളും കൂടുതലുള്ള തിരകൾ, വേവ്സ് നല്ല ഗ്രൂപ്പായിട്ട് എനർജി ലോസ് ഒന്നും ഇല്ലാതെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്വെൽസ് എന്ന് പറയുന്നത്. സ്വെൽ. ഇനി വെതർ ഫോർകാസ്റ്റിംഗ്. ഇപ്പം ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1875 ഫോം ചെയ്തത്, പൂനെയിലായിരുന്നു ഫോം ചെയ്തത്. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ആൻഡ് അഗ്രികൾച്ചർ മെറ്റീരിയോളജിക്കൽ ഡിവിഷൻ 1932 വന്നു. 125 ഡിവിഷൻസ് ഉണ്ട്. ആൻഡ് 6 റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്റേഴ്സ് ഏതൊക്കെയാണ്? ചെന്നൈ, നാഗ്പൂർ, മുംബൈ, ഡൽഹി, കൽക്കത്ത ആൻഡ് ഗുവാഹത്തി. 6 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ വെതർ കണ്ടീഷൻസ് ഇൻ ബ്രീഫ് കോഡഡ് ഫോമിനെയാണ് നമ്മൾ സിനോപ്റ്റിക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിനോപ്റ്റിക് റിപ്പോർട്ടിൽ പ്രഷർ ബ്ലാക്ക് ലൈൻസിലാണ് കൊടുക്കുന്നത്, നമ്മുടെ ടോപ്പ് ഫിഗറിൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഷെയ്ഡിങ് ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് വിൻഡ് ഡയറക്ഷൻ ആരോസ് ആൻഡ് എമൗണ്ട് ഓഫ് ക്ലൗഡ് സ്മോൾ സർക്കിൾസ് വിത്ത് ഷെയ്ഡിങ്. ഇനി ടൈപ്പ് ഓഫ് വെതർ ഫോർകാസ്റ്റിംഗ്. ഇപ്പം ടൈപ്പ് ഓഫ് വെതർ ഫോർകാസ്റ്റിംഗ് ഷോർട്ട് റേഞ്ച് ഉണ്ട്, മീഡിയം ഉണ്ട് ആൻഡ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് ഉണ്ട്. അപ്പം ഷോർട്ട് റേഞ്ച് ഈസ് ജസ്റ്റ് ഫോർ 1 or 2 days, 1-2 ദിവസത്തേക്ക് വേണ്ടി പറയുന്നതാണ് ഷോർട്ട് റേഞ്ച്. ആൻഡ് മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് 3 to 4 days to 2 weeks, 2 വീക്ക് വരെയുള്ളതാണ് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ്. ആൻഡ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 4 weeks, അതായത് ഒരു മാസത്തേക്കിലും കൂടുതൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനാണ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപോലെ സിനോപ്റ്റിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റ് നടത്തുന്നത്. ഇനി ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ്. ആൻഡ് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് പറയുന്നത്. ഇനി ക്ലൗഡ് സീഡിങ്. ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിനിന് വേണ്ടി ആപ്ലിക്കേഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽ ടു ക്ലൗഡ്, അതിനാണ് നമ്മൾ ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ക്ലൗഡിന് ഉപയോഗിക്കുന്ന എലമെന്റ് സിൽവർ അയഡൈഡ് ആണ്, മെറ്റീരിയൽ സിൽവർ അയഡൈഡ് ആണ്. ആൻഡ് വാം ക്ലൗഡ്സിന് സോൾട്ട് പാർട്ടിക്കിൾസ് സച്ച് ആസ് സോഡിയം ക്ലോറൈഡ്സ്, സോഡിയം നൈട്രേറ്റ്, യൂറിയ ഒക്കെയാണ് വാം ക്ലൗഡ്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൾ ക്ലൗഡ്സിന് സിൽവർ അയഡൈഡും വാം ക്ലൗഡ്സിന് സോൾട്ട് പാർട്ടിക്കിൾസ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ് ആൻഡ് യൂറിയ. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. ഇൻസ്ട്രുമെന്റ്സ് പൈരാനോമീറ്റേഴ്സ് നമ്മുടെ ടോട്ടൽ ഇൻകമിംഗ് റേഡിയേഷൻ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ എപ്ലി പൈരാനോമീറ്റർ, ബെലാനി, ദെൻ പ്രിസിഷൻ ആൻഡ് ലൈക്ക പൈരാനോമീറ്റർ, ഇതെല്ലാം ടോട്ടൽ ഇൻകമിംഗ് റേഡിയേഷൻ ആണ്. ആൻഡ് പ്രിസിഷനും ലൈക്ക പൈരാനോമീറ്ററും നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്, ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആൻഡ് ഷെയ്ഡിങ് പൈരാനോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ അളക്കുന്നത്. ഇനി റിഫ്ലക്റ്റിവിറ്റി അളക്കാൻ അൽബിഡോമീറ്റർ ഉപയോഗിക്കും. ആൻഡ് നെറ്റ് റേഡിയോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നെറ്റ് റേഡിയേഷൻ അളക്കുന്നത്. ക്വാണ്ടം സെൻസർ ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ആൻഡ് പെർഹീലിയോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡയറക്റ്റ് സോളാർ റേഡിയേഷൻ അളക്കുന്നത്. ആൻഡ് സൺഷൈൻ റെക്കോർഡഡ്, നമ്മുടെ സൺഷൈൻ അവേഴ്സ്. അപ്പം അത് തന്നെ ക്യാമ്പൽ സ്റ്റോക്സ് സൺഷൈൻ റെക്കോർഡാണ് ഇന്ത്യൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഫോട്ടോ കെമിക്കൽ സൺഷൈൻ റെക്കോർഡ് ഈസ് യൂസ്ഡ് ഇൻ USA.
ഇനി സ്പെക്ട്രോറേഡിയോമീറ്റർ സോളാർ റേഡിയേഷൻ ഇൻ നാരോ വേവ് ബാൻഡ്സ്. നാരോ വേവ് ബാൻഡ്സിലുള്ള സോളാർ റേഡിയേഷൻ അളക്കാനാണ് നമ്മൾ സ്പെക്ട്രോറേഡിയോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂരാണ് ആ സ്പെക്ട്രോറേഡിയോമീറ്റർ കണ്ടുപിടിച്ചത്. ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ഇൻഫ്രാറെഡ് റീജിയൻ 8 to 14 മൈക്രോമീറ്റേഴ്സ് റീജിയനിലുള്ള ഇൻഫ്രാറെഡ് അളക്കാനായിട്ടാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി മാക്സിമം തെർമോമീറ്റർ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ഡേ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ലോവസ്റ്റ് ടെമ്പറേച്ചർ. മാക്സിമത്തിൽ നമ്മൾ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മിനിമം ടെമ്പറേച്ചറിൽ ആൽക്കഹോളാണ്. And a mercury thermometer is used to measure soil temperature. And aneroid barometer atmospheric pressure അളക്കാനായിട്ടാണ്. And anemometer wind velocity. ഇനി സൈക്രോമീറ്റേഴ്സും ഹൈഗ്രോമീറ്റേഴ്സും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അളക്കാനാണ്. അപ്പോൾ സൈക്രോമീറ്റർ അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ റിലേറ്റീവ് humidity, and Asman psychrometer relative humidity of crop canopy, and hair hygrometer relative humidity inside room. അപ്പോൾ റൂമിനകത്ത് ഹ്യൂമിഡിറ്റി അളക്കാൻ നമ്മൾ hair hygrometer ഉപയോഗിക്കാം. And USWB open pan evaporimeter is used for evaporation measure ചെയ്യാൻ. And അത് it is developed by United States Weather Bureau. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ വെസലാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററും ആൻഡ് ഡയമീറ്റർ 122 സെന്റിമീറ്ററുമാണ്. ആൻഡ് അടുത്തത് സങ്കൺ സ്ക്രീൻ ഇവാപ്പോറിമീറ്റർ. അത് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അളക്കാനാണ്. അതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടി കൂടും, 45 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ കുറച്ചുകൂടി കുറയും, 60 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. ഇനി ക്യാൻ ഇവാപ്പോറിമീറ്റർ എന്ന് പറയുന്നത് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അളക്കാനാണ്. ടു ഷെഡ്യൂൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ക്യാൻ ഇവാപ്പോറിമീറ്റർ. ഇനി പോർട്ടബിൾ ഇവാപ്പോറിമീറ്റർ ഷോർട്ട് പീരീഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആൻഡ് റെയിൻ ഗേജ് ഈസ് യൂസ് ടു measure the amount of rainfall. ഇനി radar, radio detection and ranging, അതൊരു weather forecasting വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. and measure the direction, speed and velocity of objects such as drops of precipitation. ഇനി GIS is geographic information system, ഒരു computer system ആണ് that analyzes and displays geographically referenced information അല്ലെങ്കിൽ data about a unique location. ഇനി GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അപ്പം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് ലൊക്കേഷൻ, വെലോസിറ്റി ആൻഡ് ടൈം സിങ്ക്രണൈസേഷൻ നമുക്കറിയാം GPS. ഇനി കഴിഞ്ഞ എക്സാമിന്, അത് റീസെൻ്റ്ലി നടന്ന എക്സാമിന് JRFന് ചോദിച്ച ഒരു 9 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ GISും GPS റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനു വേണ്ടി കുറച്ച് അഡീഷണൽ റീഡിങ്, കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അഡീഷണൽ റീഡിങ് നടത്തുക. അതോടൊപ്പം തന്നെ ട്രേഡ് വിൻഡ്സ്, ആൻറ്റി ട്രേഡ് വിൻഡ് ആൻഡ് എൽനിനോ അതിനെപ്പറ്റിയും കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.